ബുക്കിലുള്ള സന്ധ്യാപ്രാർത്ഥന. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവത്തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധങ്ങളിൽ ഹോശാന. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
50 വർഷങ്ങൾ കുടുംബജീവിതത്തിൻ്റെ 50 വർഷങ്ങൾ പൂർത്തീകരിക്കുന്ന അനീഷാൻ്റെയും ആലിസമാമയുടെയും വെഡിങ് ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്നതിന് നമ്മൾ ഒരുമിച്ച് വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് നമ്മളിപ്പോൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് ഹൃദയത്തിലൂടെ ബലിയർപ്പിച്ച് നന്ദി അർപ്പിക്കുന്ന അവസരമാണ്. ഈ അവസരത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ഏറെ ദൈവസന്നിധിയിൽ നന്ദി പറയാനുണ്ട്. പ്രാർത്ഥനയോടെ നമുക്ക് ഈ വിശുദ്ധ ബലിയിൽ പങ്കുചേരാൻ, അതോടൊപ്പം ഏറെ സ്നേഹത്തോടെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, അതുപോലെ അനീഷാൻ്റെയും ആലിസമാമയുടെയും സിബ്ലിങ്സ്, മക്കള്, ഫാമിലീസ്, റിലേറ്റീവ്സ് ആൻഡ് പാരിഷ് മെമ്പേഴ്സ്, ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥനയിൽ, പ്രത്യേകിച്ച് നന്ദി നിറഞ്ഞ പ്രാർത്ഥനയിൽ നമുക്ക് നിലവിടാം. ഈ പ്രാർത്ഥനയുടെ ഭാഗമായി ഇവരുടെ കുടുംബജീവിതത്തിൻ്റെ ധന്യത എന്താണെന്ന് നമ്മളോട് സംസാരിക്കുന്ന വേദഭാഗം ഉടനെ തന്നെ പ്രിയപ്പെട്ട അനീഷാൻ ആലിസമാമയും വായിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 63-ാം അധ്യായം. കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് ഞങ്ങളെ കരങ്ങളിൽ വഹിച്ചു എന്ന് വചനം സാക്ഷിക്കുന്നു. സാംസ് 138. കഷ്ടതകളിലൂടെ കടന്നുപോയെങ്കിലും അവിടുന്ന് എൻ്റെ ജീവനെ പരിപാലിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഈ അനന്തമായ കാരുണ്യത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധമായ സഹോദരന് വേണ്ടി അർപ്പിക്കുന്നതിന് ഞാൻ യോഗ്യനാകുവാൻ നിങ്ങളിലേക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ പൗരത്തിന് മഹാനന്മയെ പ്രതി ഞാൻ അവിടുത്തെ ദൈവത്തെ അവിടുത്തെ കാലത്തേക്കും ഞാൻ അവിടത്തേക്ക് കീർത്തനങ്ങൾ ആലപിക്കും. അവിടുന്ന് അടി ചെയ്തു. തീർച്ചയായും അവരുടെ ജനമാണ് തിന്മ പ്രവർത്തിക്കാത്ത പുത്രർ. അവിടുന്ന് അവരുടെ രക്ഷകനായി ഭവിച്ചു. അവരുടെ രക്ഷകളിൽ ദൂതരയച്ചില്ല. അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത്. തന്റെ കരുണയിലും സഹജം അവിടുന്ന് അവരെ വീണ്ടെടുത്തു. കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് അവരെ കരങ്ങളിൽ ഭവിച്ചു. പറയുന്നു. രാജാവും ദീർഘദേശമായ ദാവീദിന്റെ സങ്കീർത്തനങ്ങളിൽ നിന്ന് പാലിക്കുമോ? കർത്താവേ, ഞാൻ പൂർണ്ണഹൃദയത്തോടെ അങ്ങേക്ക് നന്ദി പറയുന്നു. ദേവന്മാരുടെ മുമ്പിൽ ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തും. ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ ശിരസ്സ് നമിക്കുന്നു. അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തയും ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ്. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. കർത്താവേ, ഭൂമിയിലെ ചില രാജാക്കന്മാരും അങ്ങേ പ്രവർത്തിക്കും എന്നാൽ അവർ അങ്ങയുടെ വാക്കുകൾ കേട്ടിരിക്കുന്നു. അവർ കർത്താവിനെ മാർഗങ്ങളെ കുറിച്ച് പാടും. എന്തെന്നാൽ കർത്താവിൻ്റെ മഹത്വം വലുതാണ്. കർത്താവ് മഹോന്നതനാണെങ്കിലും താണവരെ കടാക്ഷിക്കുന്നു. അഹങ്കാരികളെ അവിടുന്ന് അകൽ വെച്ച് തന്നെ അറിയുന്നു. കഷ്ടതകളിലൂടെ കടന്നു പോകുന്നെങ്കിലും എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തെ തീരെ അവിടുന്ന് കരുന്നേൽക്കും. അവിടുത്തെ വലത്തുകായി എന്നെ രക്ഷിക്കും. എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും. കർത്താവേ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അങ്ങയുടെ ശിക്ഷയെ ഉപേക്ഷിക്കരുത്. ദൈവമേ, യോഗ്യമാകുന്നു. പാർക്കുന്നു.
സർവാധിപരമായ നിങ്ങളെ ദൈവം തന്നെ എടുത്തിരിക്കുന്നു. ആകയാൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവത്തിന് കരുതൽ അർപ്പിക്കാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ സുവിശേഷത്തിലൂടെ അവിടുന്ന് നിങ്ങളെ വിളിച്ചു. അതിനാൽ സഹോദരരെ, ഞങ്ങൾ വചന മുഖേനയോ കത്ത് മുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുവിൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും നമ്മെ സ്നേഹിക്കുകയും നമുക്ക് തന്റെ കൃപയിലൂടെ നിത്യമായ ആശ്വാസവും നല്ല പ്രത്യാശയും നൽകുകയും ചെയ്ത നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്രയിക്കുകയും എല്ലാ സൽപ്രവൃത്തികളിലും സദ്വചനങ്ങളിൽ നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. പാലിക്കുമോ? ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടുകൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ യോഹന്നാൻ ശ്ലീഹാ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരമെടുത്തവരും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശുമിശിഹായുടെ ഇഹലോകവാസകാലത്ത് ഇപ്രകാരം പഠിപ്പിച്ചു. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണ്. ഇതാണ് എന്റെ കൽപ്പന. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ സ്നേഹിതരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നതെന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്നാൽ എന്റെ പിതാവിൽ നിന്ന് കേട്ടതല്ല, നിങ്ങളെ ഞാൻ അറിയിച്ചു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ അവരുടെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്ത് അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ.
the Father, and the Son, and the Holy Spirit. Brothers and sisters, this is a joyful moment when we see Anichan and Alice Mama. It's really like before 50 years, on January 6th, you were here in a church like this. ഇവിടെ ഒരു കസേര ഇരിക്കുന്നില്ലെന്നേ ഉള്ളൂ. അല്ലെ, രണ്ട് കസേരയിട്ട് നടത്തിരുത്തിയ കല്യാണത്തിനെത്തുന്ന പോലെയാണ്. It's a joyful moment and it's a thankful moment. For every family life, there should be the success of every family life. Let me tell you from the gospel, we need 3 important things. That starts with F. The first one, it is the faithfulness. For the success of the family life, the family, husband and wife, should be faithful to God. That's the primary goal of every family life. And in our liturgy, we know the priest gives the ring, the chain, and it is from God. It is not just in between you. It is from God. So that faithfulness, that real trust in God, that makes the family a beautiful, a lovely, a joyful family. We know Anichan and Alice Mama, they're so faithful to God. All the time faithful to God. Hard time, joyful time, whatever comes, every time, so faithful. And also faithful to church. Faithful to oneself, faithful to each other, and faithful to the families. Definitely their own families and extended families. So the foundation of every family is nothing other than this faithfulness to God and to oneself, to the family. The next thing, it is the fruitfulness. A family becomes successful when it's fruitful. How it is fruitful? It is the joy that God gives in the personal life, the health, the happiness, kids, spiritual and religious life, church life. All these family definitely comprise the success of a family. And the third thing, family, it is forever. നമുക്കറിയാം, നമ്മുടെ മലക്കൽ ലിറ്റർജിയിൽ കിരീടം വാഴ്ത്തലിന്റെ ക്രമമുണ്ട് അല്ലേ? വാനിൽ നിന്ന് ഒരു ഓർക്കുന്നുണ്ടോ? അതിസമയം ചിന്തിക്കാൻ അന്നത്തെ പ്രസംഗം എങ്ങനെയൊക്കെയായിരുന്നു. That means after 50 years, when we come before God, we realize how much God loved. And at the same time, if the family is forever, that means you came together before God for eternal life. Not just for a life that we have here, but for eternal life. That's why you have a crown, you had a crown, and you will have a crown through this family. So, on behalf of everyone gathered here, all the blessings, and also in a special way, let's all keep this faithfulness, fruitfulness, and forever the blessings of God throughout. Glory to the Father, and the Son, and the Holy Spirit. നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വര കീർത്തി എല്ലാ നേരവും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ച ഉണ്മയിലേക്ക് നയിച്ച ഉന്നതനും ശ്രേഷ്ഠ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിലയേറിയ രക്തത്താൽ ഞങ്ങളെ ഉദ്ധരിച്ച്
പുത്രസ്ഥാനത്തേക്ക് ഉയർത്തിയ പ്രധാനാചാര്യനുമായി കർത്താവിന് സ്തുതി. ദൈവീകമായ സ്തോത്രയാഗം അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. സ്വർഗീയമായ വിശ്വാസങ്ങളുമാകെപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് താനോട് അനുഗ്രഹം കരുണയും യാചിക്കണം. പാപപരിഹാരം ചെയ്യുന്നവനും വെളിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്രതയാൽ എന്റെ അസംഖ്യ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ദിനം മുഴുവൻ പാപങ്ങളുമായി ചേർത്തവനെ ദൈവങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചുകൊള്ളണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരങ്ങളുടെ ഞങ്ങളുടെ സഹായത്തിന് എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാതനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിന്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പരിപൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാന പ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സ്വന്താട്ടിൻ കൂട്ടത്തിനു വേണ്ടി ബലിയായി തീർന്ന ഉത്തമയുടെ നിനക്ക് സ്തുതി. ഭൂമിയിൽ പൂഴിയായി നിന്റെ ദൈവീയ രഹസ്യങ്ങളുടെ നിവാസസ്ഥലത്ത് പ്രവേശിക്കുവാൻ കരുണാപൂർവ്വം നീ അർഹനാക്കി. നിന്റെ ശ്രേഷ്ഠതയുടെ മഹാവിശുദ്ധ സ്ഥലമായ മഹോന്നതങ്ങളിലേക്ക് എന്നെ ഉയർത്തുകയും നിന്നെ സ്തുതിക്കുന്നവരായ ക്രോപന്മാരുടെയും പരിശുദ്ധനെന്ന് നിന്നെ കീർത്തിക്കുന്ന ശ്രോപന്മാരുടെയും ഗണത്തിൽ ഞങ്ങളെ ചേർക്കുകയും ചെയ്തതിനാൽ ദൈവമേ, നിനക്ക് ഞങ്ങൾ സ്തോത്രം അർപ്പിക്കുന്നു. അഗ്നിമയമായ ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് നിന്റെ ജനത്തിനു വേണ്ടി പാപപരിഹാരവും സൃഷ്ടിക്കുമ്പോഴവന് വേണ്ടി മോചനവും ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവേ, ആവശ്യക്കാടുകൾ സമർത്ഥമായ നിന്റെ ഭണ്ഡാരം തുറന്ന് നിന്റെ ഇടവേള ആളുകളിൽ നിന്ന് അനുഭവം വർഷിക്കണമേ. കടക്കാട് കടപ്പത്രം കയറിക്കളയണമേ. പാപികളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ തെറ്റുകൾ നീ പരിപൂർണമായി വിസ്മരിക്കണമേ. തെറ്റിപ്പോയവർ നീ മുഖാന്തരം തിരിച്ചു വന്ന് തിരുമുമ്പാകെ സ്മരിക്കുവാനിടയാക്കണമേ. കർത്താവേ, അധിമുകൾ ഞങ്ങളെ വിമുക്തരാക്കിയ അനശ്വര വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ രാജ്യത്തിലെ ആനന്ദത്തിന് ഞങ്ങളെ അർഹരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കിപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലേക്ക് നാം പ്രാപിക്കുമാറാകട്ടെ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും ും
ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. സ്നേഹം പോലെ പരിശുദ്ധവും ദിവ്യവുമായ ചുമതലത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലവനിക്കണം. ദൈവമേ, വിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ തലവണങ്ങി നിൽക്കുന്ന നിന്റെ ദാസർക്ക് നിന്റെ കൃപയുടെ ആവാസം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലി മുഖാന്തരം അശുദ്ധമായ സകല വിചാരങ്ങളും ഞങ്ങൾ നിന്ന് നീക്കിക്കളയണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പരിശുദ്ധാത്മാവിന്റെ സംസർഗവും ആവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് മിശിഹാ തമ്പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഭയഭക്തിയോടുകൂടി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രധാനമാലാഖമാരുടെ ഗണങ്ങളോടും ചേർന്ന് ഉച്ചത്തിൽ സ്തുതികീർത്തനങ്ങൾ ആരംഭിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ഇത് എന്റെ ശരീരമാകുന്നു. നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി ഇത് മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. പ്രകാരം താഴത്തിന് ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ കാസായം എടുത്ത് സ്തോത്രം ചെയ്തു. വിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യും. ഇത് പുതിയ നിയമത്തിലെ രക്തമാകുന്നു. നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി ഇത് ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി
നൽകപ്പെടുകയും ചെയ്യുന്നു. എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ അനുഷ്ഠിക്കുകയും ഈ രഹസ്യത്തിൽ പങ്കെടുത്തു എന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും ഞാൻ വരുന്നത് വരെ ഓർമ്മിക്കുമെന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. സംരക്ഷാപരമായ സകല വ്യാപാരങ്ങളെയും ഓരോരുവരും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന സംഭ്രമജനകമാരണ്ടാത്ത ഒരുവനെയും അനുസ്മരിക്കുന്നു. ഇത് നിമിത്തം നിന്റെ സഭയുടെ വകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും അനുതാപൂർവം അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനനും പാപികളുമായ ദാസർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെക്കുറിച്ചും സകലത്തിനു വേണ്ടി കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മോർ ബസേലിയസ് ക്ലീമിസ് കത്തോലിക്ക ബാബായ്ക്ക് വേണ്ടിയും നമ്മുടെ മേൽപ്പട്ടക്കാരൻ ആബോൻ മാർ സ്തെഫാനോസ് മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എല്ലാ എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും കശീശന്മാർ ഷന്മാഷന്മാർ ദേരാക്കാർ മുതലായവർക്ക് വേണ്ടിയും ക്രിസ്തീയ സഭ മുഴുവന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അവരുടെമാർക്ക് ആശ്വാസപൂർണമായ ദീർഘായുസ്സും നൽകണമേ. ഞങ്ങൾ നിനക്കിപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങൾ എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് പരീക്ഷയിൽ ഞെട്ടിത്തിരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ദൃഢവിശ്വാസത്തോട് എല്ലാം തേടുകയും ചെയ്യുന്ന സകലരും കരുണ തോന്നണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരീരം മാർഗത്തിൽ നടക്കുന്നത് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം.
ഞങ്ങൾ നിനക്കിപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നമ്മുടെ പിതാവായ അവരുടെ അപേക്ഷ കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഞങ്ങൾ നിനക്കിപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സർവവിശുദ്ധപിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽപ്പാന്മാരെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. വിശുദ്ധപിതാക്കന്മാരുടെ സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നിത്യം നിലനിർത്തണമേ. സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മൾ നിന്ന് വേർപെട്ടു പോയ സകലരെയും നാം ഓർമ്മിക്കണം. കടകളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം ക്രിയലായിസോൻ എന്ന് ചൊല്ലണം. ശരീരങ്ങളായ പാപരനായി മറ്റാരുമില്ല. അവൻ മുഖാന്തരം ഞങ്ങൾക്കും അവർക്കും കരുണയും പാവമോചനവും ലഭിക്കുവാനായി അവരിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെ നാമത്തോടുകൂടെ സ്വർഗ്ഗത്തിൽ നിന്ന പ്രകാരം ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ എല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.
വാതിലുകളും തുറന്നു തരണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മശരീരങ്ങളെയും ശുദ്ധീകരിക്കുകയും ബുദ്ധിയും മനസ്സിനെയും നിർമ്മലമാക്കുകയും ചെയ്യണമേ. ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. Our Father who art in heaven, hallowed be thy name. Thy kingdom come, thy will be done, on earth as it is in heaven. Give us today our daily bread, and forgive us our trespasses, as we forgive those who trespass against us. And lead us not into temptation, but deliver us from the evil one. For thine is the kingdom, the power, and the glory, now and forever. Amen. കർത്താവേ, ഞങ്ങളുടെ ബലഹീനതയിലെപ്പോഴും നീ ഞങ്ങൾക്ക് സഹായം വിട്ടുടെയും പരീക്ഷകളിൽ സംരക്ഷകനും ഉദ്ധാരകനുമായിരിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അർപ്പിക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പ് കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലോലിക്കണം. കർത്താവേ, അദൃശ്യമായ നിന്റെ വലത് കൈ നീട്ടി തിരുമുമ്പാകെ തലവടെ നിൽക്കുന്ന ഈ ദാസനെ ആശീർവദിക്കണമേ. നിന്റെ ഏകജാതന്റെ ശരീരത്തിലും രക്തത്തിലും വിശുദ്ധിയോടെ പങ്കെടുക്കുവാൻ കാരണം പാപത്തിന്റെ എല്ലാ പൈശാചിക ഫലങ്ങളിൽ ഞങ്ങളെ മുക്തരാക്കണമേ. അവൻ മുഖാന്തരം അവനോട് കൂടി നിനക്ക് നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും മഹത്വമുള്ളതും സൃഷ്ടി അല്ലാത്തതും ഉണ്മയായതും ആദ്യമില്ലാത്തതും വന്നിക്കത്തക്കതും സാരാംശത്തിൽ സമമായിരിക്കുന്നതുമായ പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വ്യക്തിയോട് നാം സൂക്ഷിക്കണം. വിശുദ്ധ രഹസ്യങ്ങൾ വിശുദ്ധിയും വെളിച്ചമുള്ളവർക്ക് നൽകപ്പെടുന്നു. തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ കർത്താവ് നമ്മോടുകൂടെ. തന്റെ വിലയേറിയ പീഡാനുഭവത്താൽ അതിനെ രക്ഷിച്ച പരിശുദ്ധനായ പുത്രൻ നമ്മോടുകൂടെ. ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലവും പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനുള്ള പരിശുദ്ധ റൂഹ നമ്മോടുകൂടെ. Amen.
Roho Kadisho. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട നീഷന്റെയും അലിസ്മോയുടെയും ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ കുടുംബജീവിതത്തിലേക്ക് ആശീർവദിച്ച് പ്രവേശിപ്പിച്ച സ്വാധീനിച്ച എല്ലാ കടന്നുപോയ വൈദികരെയും നമുക്ക് പ്രത്യേകം ഓർക്കാം. അതുപോലെ തന്നെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പരേതരായ സഹോദരങ്ങളെയും നമുക്ക് ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കാം. Hallelujah.
ജീവനുമായി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിന് ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യനവീകരണത്തിന് വേണ്ടി പരിപാലിക്കുന്നവനുമായ ദൈവപുത്ര പാവപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസരിലേക്ക് പുണ്യമിറങ്ങുമാറാകണമേ. ദൈവമേ അദൃശ്യമായ നിന്റെ വെറുതെ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെ ആത്മധൈര്യത്തിനുമായി രക്തങ്ങൾ സ്വീകരിക്കുന്ന ആരാധകരുടെയും സംഘത്തെയും ആശീർവദിക്കണമേ. മഹോദരവും രക്ഷകനുമായ യേശുമിശിഹായുടെ അനുഗ്രഹങ്ങളും ഈ വിശുദ്ധരഹസ്യങ്ങളുമായിട്ടും കൊടുക്കുന്നവരിലും സ്വീകരിക്കുന്നവരിലും ഉണ്ടായിരിക്കട്ടെ. ഇവയിൽ താല്പര്യപൂർവ്വം സംബന്ധിച്ച എല്ലാവരും പരിശുദ്ധാത്മത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. The reception of the Holy Eucharist is a profession of that one who receives the Eucharist believes in all that Catholic Church holds, professes and believes to be true. Catholics who so desire and are able to receive the Eucharist and are not aware of serious mortal sin are invited to come forward to receive the Eucharist. Non-Catholic Christians are invited to remain seated and join in silent prayer to Jesus Christ. Non-Christians are invited to remain seated and to pray silently to God. Amen.
സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായെ ശരീരം ഞങ്ങൾ പാപം ചെയ്ത് ഹൃദയപ്രദമായി തിരിച്ചു ഞങ്ങൾക്ക് പ്രതികാരത്തിനുമായി തിരഞ്ഞു. പിന്നെയോ ഞങ്ങളെല്ലാവരെയും നിത്യജീവൻ രക്ഷിക്കുവാൻ ഭവിക്കുന്നത് ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. മനുഷ്യരോടുള്ള നിന്റെ സ്നേഹത്തെ ഞങ്ങൾ ആദരിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവതരിച്ച സർവവല്ലഭനും വിസ്മയനീയനുമായ ദൈവമേ, തേജോ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ജനകനായ പിതാവായ ദൈവത്തിനും പരിശുദ്ധാത്മാവിനെ എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സ്തോത്രം ഞങ്ങൾ ഏവരും അങ്ങേക്കിടുമെന്നും നിന്താതെന്നും റുക്കുദിശായ്ക്കും സ്തുതി പാടിയിടും. നിൻ തിരുഗാത്രം കൈക്കൊണ്ടോരാ ഞങ്ങളെ നാഥ, ദുഷ്കൃതമഖിലം നീക്കി സദയം പാലിക്കേണമേ. സഹോദരങ്ങളും വാത്സല്യഭാജനങ്ങളുമേ, കർത്താവിന്റെ പാവപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹത്തോടും യാത്രാക്ഷത്തോടും കൂടെ പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയ്ക്കും അനുഗ്രഹത്തിനുമായി ഞാൻ നിങ്ങളെ പ്രവേശിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടു കൂടെ പോകുകയും ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവിക്കുന്നവരും കർത്താവിന്റെ ജയമുള്ള സ്ത്രീവായ അപേക്ഷിതരും വിശുദ്ധ മാമോദിസ റോഷ്മയാകുന്നതിരുമേ ഈ തൃത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും നിങ്ങളുടെ കുറ്റങ്ങൾ മോചിക്കുകയും നിങ്ങളുടെ മരിച്ചുപോയ ആത്മാക്കളെ നിത്യം ആശ്വസിപ്പിക്കുകയും ചെയ്യും. ബലഹീനനും പാപിയുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും പ്രാപിക്കട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടുകൂടെ പോകുവിൻ. എന്നേക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവേ. I'm sure that ഇവിടെ ഇരിക്കുന്നവരിൽ മനീഷാനെ ആലിസ്മോനും കല്യാണം
കല്യാണത്തിൽ പങ്കെടുത്തവർക്ക് കൈവെത്താം, നിങ്ങളൊന്ന് കൈവെത്തിട്ട് വേണം. ഓക്കെ. ഓ, നമ്മുടെ വിജൻ കൊണ്ട് വേണം. വിജനായിരിക്കും വിജൻ. And we all got an opportunity to attend once again in their, in a way, wedding and a renewal of their vows. Latin liturgy, our renewal തന്നെയുണ്ട്. ജൂബിലി വരുമ്പോൾ അവരുടെ വെഡിങ് ആനിവേഴ്സറി, വെഡിങ് vows renew ചെയ്യുന്നു. And this is an occasion for you to definitely to renew the vows. തീർച്ചയായിട്ടും ഇവിടെ കൂട്ടിയിരിക്കുന്ന എല്ലാവരുടെയും പേര്, ഇവിടെ വന്നിരിക്കുന്നവരെല്ലാവരും എനിക്കറിയാം. One way or other, so much attached, related, and have close connection, affection with Anecha and Alison. So, on behalf of the entire congregation, happy Golden Jubilee anniversary wishes. It's really great that we have a celebration here in the church at the altar. We can have this celebration anywhere, and definitely a lot of opportunities to celebrate outside, but celebrate inside the church, that means a lot. എനിക്കറിയാം അനീച്ചാൻ വളരെ താല്പര്യത്തോടുകൂടി, പക്ഷേ നിർബന്ധത്തോടുകൂടി തന്നെയാണ് ഇത്തരത്തിലൊരു ഒക്കേഷൻ വിശുദ്ധ കുർബാനയോടുകൂടി നടത്തണം എന്ന് ആഗ്രഹിക്കുന്നത്. റിയലി അപ്രീഷിയേറ്റ് ആ ഒരു ഡെഡിക്കേഷൻ, ജീവിതത്തോടുള്ള പ്രത്യേകമായ അടുപ്പമാണ് അതിൻ്റെ സൂചിപ്പിക്കുന്നത്. അത് തീർച്ചയായിട്ടും നമുക്കൊക്കെ ഇറ്റ്സ് ആൻ ഇൻസ്പിറേഷൻ ഫോർ അസ്. എനിക്ക് തോന്നുന്നു എനിക്കിനിയും ഒരു അവസരങ്ങളോട് പറയാനല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സമയത്ത് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാം. എന്നെ സംബന്ധിച്ച് എൻ്റെ പേരൻസിൻ്റെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ പറ്റാത്തതുകൊണ്ട് ദിസ് ഈസ് ആൻ ഒക്കേഷൻ. അനീച്ചാൻ ഒരു മകൻ്റെ വാത്സല്യത്തോടു കൂടിയാണ് എന്നോട് എപ്പോഴും ഇടപെടുന്നത്. ആലിസമാമ വീട്ടിൽ എന്തുണ്ടാക്കിയാലും ഞാൻ വരുമ്പോഴും ഉച്ചയ്ക്ക് ആലിസമാമ ഉണ്ടാക്കിയ ഒരു കട്ട്ലേറ്റ് കഴിച്ചിട്ടാണ് വന്നത്. അതുപോലെ that kind of a love, affection to the priest, to the church and to the community. നമുക്കറിയാം ഇവിടെ കാണുന്ന ഈ പള്ളിയുടെ പരിസരത്തും പള്ളിയിൽ കാണുന്ന എല്ലാത്തിലും അനീച്ചാൻ്റെ ഒരു ടച്ചുണ്ട് ഇല്ലേ. ഏറ്റവും അവസാനം നമ്മൾ ഷൂറാക്ക് വരെ നോക്കിയാൽ there is a touch. അപ്പോൾ അത് നമ്മുടെ പള്ളിക്ക് തീർച്ചയായിട്ടും ഒരു സന്തോഷമാണ്, അഭിമാനമാണ്. തീർച്ചയായിട്ടും അതിലേറെ നമ്മുടെ പള്ളിയെ സന്തോഷിക്കും. സോ once again all the wishes. Now we have കൈമുത്തിന് ശേഷം നമ്മൾ ഒരുമിച്ച് ഓർത്തഡോക്സ് ദേവാലയത്തിൻ്റെ ഓഡിറ്റോറിയം, സെൻറ് തോമസ് കത്തീഡ്രൽ ഓഡിറ്റോറിയത്തിലാണ് നമുക്ക് റിസപ്ഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അവിടേക്ക് പോകാം. എല്ലാവരും എത്തിയതിനു ശേഷം മണവാളൻ മണവാട്ടി നിർത്തുന്നതായിരിക്കും. നമുക്കതിനായിട്ട് സമർപ്പിച്ച് കൈമുത്തി നമ്മുടെ ഹോളിലേക്ക്